വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള ഗ്രാമീണ TMC 9ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി സംഘം ഇന്ന് എത്തി നിൽക്കുന്നത് മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടിയിലാണ്. നമുക്ക് ഈ വിദ്യാലയത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് സൈനുദ്ദീൻ. ഞാൻ മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടിയിലെ HM. ഈ പ്രദേശത്ത് പാലക്കാട് ഉപജില്ലയിൽ നമുക്ക് 141 കുട്ടികൾ എന്നുള്ള നിലയിലാണ് നമ്മുടെ സ്ഥാപനം SLC പരീക്ഷ എഴുതിപ്പിച്ചത്. നമുക്ക് നല്ല വിജയം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് നമ്മുടെ സ്കൂളിലുള്ളത്. അവരെ അക്കാഡമിക് നിലയിൽ അവരെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരാൻ നമ്മുടെ സ്ഥാപനം, പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ്, വടനപ്പള്ളി ഓർഫനേജിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരെ സമൂഹത്തിൻ്റെ ഉന്നത നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്നുള്ളൊരു എഫർട്ട് നമ്മുടെ സ്ഥാപനം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അധ്യയന വർഷത്തെ ഒരു റിസൾട്ട് നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്നത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ ഒരു മകൻ എന്നുള്ള നിലയിൽ ഒരു കുട്ടി ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇതിൽ ഒപ്പം തന്നെ ഈ ഉദ്യമത്തിന് ഇത്തരത്തിൽ കുട്ടികളെ പരിപോഷിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ ഇവരെല്ലാ വർഷവും നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. വിവിധ സ്കൂളുകളിൽ ബന്ധപ്പെട്ടുകൊണ്ട് പ്രോത്സാഹനം നൽകി വരികയാണ്. പ്രത്യേകം അവർക്ക് നന്ദി പറയുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ യൂസഫ് അലി, മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടിയിലെ മാനേജറാണ്. 2025-26 കാലഘട്ടത്തിലെ SSLC പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടി ഗ്രാമ്യ ചാനൽ ഒരുക്കിയിട്ടുള്ള ഈ അവസരത്തിന് മാനേജർ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. മോഡൽ ഹൈസ്കൂൾ പുതിയങ്ങാടിയിലെ വിദ്യാർത്ഥികളോടൊപ്പമാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. അതിനു മുമ്പ് അവരൊന്ന് പരിചയപ്പെടാം. പേരെന്തായിരുന്നു മോനെ? ഇൻതാജ്. അപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നമ്മുടെ SSLC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം. സിലബസ് മാറുന്നുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതിപ്പോ പെട്ടെന്ന് പേപ്പറൊക്കെ മാറുമ്പോ, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മാറുമ്പോ ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തുണ്ടായിരുന്ന സപ്പോർട്ടിനെ കുറിച്ചിട്ടൊക്കെ എന്താ പറയാനുള്ളത്? വളരെയധികം നല്ല അടിപൊളിയായിട്ട് അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നൈറ്റ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോ നമ്മുടെ കുട്ടികൾ ഹാപ്പിയാണ്. നമ്മുടെ ടീച്ചേഴ്സൊക്കെ അവർ അടിപൊളിയായിട്ട് അവരോടൊപ്പം നിന്നിട്ടാണ് അവരെ പഠിപ്പിച്ചതെന്നാണ് പറയുന്നത്.